മസ്താനി വിരിച്ച വലയിൽ ലക്ഷ്മി വീണു. സംഭവം ഇങ്ങനെയാണ്. മസ്താനിയെ ഒണിയിൽ ബേട്ടച്ച് ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഇത് ഒണിയിൽ അത് സോറി പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിട്ട കാര്യമാണ്. എന്നാൽ വീണ്ടും മസ്താനി അത് ലക്ഷ്മിയുടെ അടുത്ത് പറയുകയും ലക്ഷ്മി അത് വലിയൊരു ആരോപണമായിരുന്ന രീതിയിൽ ഉന്നയിക്കുകയും അത് വലിയൊരു വിഷയമാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല, ട്രാൻസ്പോർട്ട് ബസ്സിലടക്കം 50 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഞാൻ നടക്കാറ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ലക്ഷ്മി പറയുകയും ചെയ്തു. ഇതൊക്കെ വലിയ വിഷയമായി പുറത്തേക്ക് പോയി. എനിക്ക് തോന്നുന്നു മസ്താനിക്ക് ഒരു പക്ഷേ ലക്ഷ്മി ഇങ്ങനെ പ്രതികരിക്കുന്നുള്ള അറിയാമായിരിക്കാം. പുറത്തേക്ക് ലക്ഷ്മിക്ക് നെഗറ്റീവായിട്ട് വരും എന്നുള്ളത് മസ്താനിക്ക് അറിയായിരിക്കും. മസ്താനി വിരിച്ചൊരു വലയാണോ അതിൽ ലക്ഷ്മി വീണതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒണിയിൽ ഇത് കൺഫെഷൻ റൂമിൽ പോയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ കൃത്യമായിട്ട് ഇത് ക്ലിയർ ചെയ്യണം. കാരണം എൻ്റെ വീട്ടുകാർ കാണുന്നതാണ്, എൻ്റെ കൂട്ടുകാർ കാണുന്നതാണ്, എനിക്ക് ഒരുപാട് സ്ത്രീകളായ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലല്ല ടച്ച് ചെയ്തത്, അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി ഇതെനിക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒണിയിൽ അത് പറയുകയും ബിഗ് ബോസ് അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ലക്ഷ്മി ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് ഇതൊരു പരാതിയാണ്, ഇതൊരു രീതിയിൽ കടുത്ത നടപടി എടുക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. എന്നാൽ നേരെ തിരിച്ച് ഇത് സംഭവം ആദ്യം ഉന്നയിച്ച മസ്താനി ക്യാമറയ്ക്ക് പോയി പറയുന്നുണ്ട്, എനിക്ക് സംശയം കൊണ്ട് ഞാനൊരു സംശയം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചെന്നുള്ള രീതിയിൽ മസ്താനി അതിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്. മാത്രമല്ല, ഇടയ്ക്കൊക്കെ മസ്താനി മെല്ലനെ ഒഴിഞ്ഞു മാറി ലക്ഷ്മി പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മിയെ കണ്ട്. എന്തായാലും ലക്ഷ്മി മസ്താനി വിരിച്ച വലയിൽ വീണ് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം നെഗറ്റീവായിട്ടാണ് ലക്ഷ്മിയുടെ ഇമേജ് പുറത്തേക്ക് വരുന്നതും.